അമ്മക്കിളിയുടെ പുതിയൊരു വിശേഷത്തിലേക്ക് പോകുന്നതിന് മുമ്പ് അമ്മക്കിളിയോട് കൂട്ടുകൂടാൻ ആരും മറന്നു പോകരുത്. തിരിച്ചും അമ്മക്കിളി പറയത്തില്ല. ഇന്നത്തെ അമ്മക്കിളിയുടെ വിശേഷം എന്താണെന്ന് അറിയണ്ടേ? ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിരുന്നു, 2 ലോഡ് മണ്ണും വളവും കൂടെ കൊണ്ടുവന്ന് ഇറക്കിയിട്ടുണ്ട്. ഇപ്പോൾ ചെറുതായിട്ടൊന്ന് മഴ ചാറി, അതുകൊണ്ട് ഇന്നിപ്പോൾ എടുക്ക് നടക്കുകയില്ല. അതുകൊണ്ട് ടാർപ്പാളിനിട്ട് കവർ ചെയ്തിട്ട് പിന്നെ നമുക്ക് സമയം അനുസരിച്ച് നമ്മളത് എടുക്കണം. ഈ വളത്തിനകത്ത് കുതിര ചാണകം, കോഴിക്കാഷ്ടം, പശുവിൻ്റെ ചാണകം, ആടിൻ്റെ പുഴുക്ക, മഷ്റൂമിൻ്റെ ഇതെല്ലാം മിക്സ് ചെയ്താണ് ഈ വളം ഇങ്ങനെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നത്. ഭയങ്കര എഫക്റ്റ് ആയതിന് കേട്ടോ, നല്ല പെട്ടെന്ന് ഗ്രോ ആകുന്നതാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യണം. അവരൊരു കണക്ക് പറഞ്ഞിട്ടുണ്ട്, ഇത്ര പെർസെൻറ്റേജ് ചേർക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ ചേർക്കണം. നമ്മുടെ ചാണകപ്പൊടിയും മണ്ണും 2 ലോറിക്ക് ഇറക്കി ഇതിവിടെ ഇങ്ങനെ കവർ ചെയ്തിട്ടിരിക്കാവും. 10 ദിവസമായിട്ട് ഭയങ്കര വെയിലായിരുന്നു. പക്ഷേങ്കിൽ ഇതിങ്ങോട്ട് ഇറക്കി ഒരു അരമണിക്കൂറിനുള്ളിൽ ചടപടമെന്ന് ഭയങ്കര കാറ്റും മഴയും എല്ലാം കൂടെ വന്ന് പെട്ടെന്നെല്ലാം കൂടെ ഒതുക്കി കൂട്ടി ഇങ്ങനെ അങ്ങോട്ട് കവറിട്ട് വെച്ചു. ഇന്നിനി ഇത് മുഴുവൻ എടുത്ത് നമ്മുടെ ചെടികൾക്കൊക്കെ കൊണ്ടുപോയി ഇടണം. ഇപ്പോൾ ഇതിൽ നിന്ന് ഇനിയിപ്പം ബക്കറ്റിൽ കുറേശ്ശെ എടുത്തു. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു അവിടെ എല്ലാം ക്ലീൻ ചെയ്തൊന്ന്. അപ്പോൾ അവിടോട്ട് കൊണ്ടുപോയി കുറേശ്ശെ ആദ്യം മണ്ണ് ഒരു ലെയർ ഇടണം. അത് കഴിഞ്ഞിട്ട് ഈ വളവും മണ്ണും കൂടെ, അതായത് 10 ചട്ടിക്ക് 2.5 ചട്ടി വളമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അത് മിക്സ് ചെയ്തിട്ട് നമുക്ക് പുല്ലിടണം. നമുക്കവിടെ അതിനാണ് നമ്മളിവിടെ എല്ലാം ക്ലീൻ ചെയ്തിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ അവിടെ ആ സൈഡ് മുഴുവനും മണ്ണ് നിരത്തുവാണ്. അപ്പോൾ പുല്ലിടുന്നതിന് ആദ്യം മണ്ണിട്ട് നമ്മൾ ആ കുഴികളെല്ലാം നികത്തി കഴിഞ്ഞിട്ട് പിന്നെ പുല്ലിൻ്റെ വിത്തിടണം. വിത്തിട്ട് കഴിഞ്ഞിട്ട് പുല്ലിൻ്റെ കൂടെ ഒരു വളം അവർ തന്നിട്ടുണ്ട് കടയിൽ, നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അതും ഇട്ട് കഴിഞ്ഞിട്ട്, അത് കുറച്ചേ ഇടാവും. അതും ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ഈ മണ്ണും വളവും കൂടെ മിക്സ് ചെയ്യുന്ന കണക്കാൻ പറഞ്ഞില്ല, അതും കൂടെ മിക്സ് ചെയ്ത് ഇത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് 2-3 ടൂൾസുകളുണ്ട്. ഇത് മമ്മട്ടി പോലെ സാധനം, ഇതിങ്ങനെ മിക്സ് ചെയ്യാനുള്ള സംഭവമാണ്. ഇതിട്ടും പിന്നെ മമ്മട്ടി ചെറുതാവുള്ളത് നമുക്ക്, അത് വെച്ചും വേണം ഇതെല്ലാം മിക്സ് ചെയ്യാൻ. ഈ സാധനം ഭയങ്കര വെയിറ്റ് ആകട്ടോ. ഇതിങ്ങനെ മിക്സ് ചെയ്യണം. വളവും മണ്ണും കൂടെ ഞാൻ പറഞ്ഞ തോത് അവർ പറഞ്ഞിട്ടുണ്ടല്ലോ, അതനുസരിച്ച് ഞാൻ ഇട്ടിരിക്കുവാണ്. ഇപ്പം ഇത് മിക്സ് ചെയ്തിട്ടിട്ട് വേണം ഇനി അടുത്തത് മറ്റേടത്തുള്ള എല്ലാം നിരത്തി വിടാൻ. പിന്നെ അതുകൂടെ കഴിഞ്ഞാൽ പിന്നെ വെള്ളം തളിക്കുന്ന പരിപാടിയുള്ളൂ, വേറെ പിന്നെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഇത് വെച്ചും കൂടെ നമ്മുടെ കൈക്കോരി മാരിയുള്ള സാധനമാണ്. അത് വെച്ച് ഒന്ന് ഇളക്കി വിട്ടാൽ കുറച്ചുകൂടെ നമുക്കൊരു ഇതാക്കിക്കോളൂല്ലോ. അങ്ങനെ ഒന്ന് ഇളക്കി വിട്ടിട്ട് വേണം ഇനിയും ഇതെല്ലാം മിക്സ് ചെയ്തതിന്. ഇപ്പോൾ കുറച്ച് ഞാൻ അങ്ങോട്ട് കൊണ്ടുപോയി ഇട്ടുകൊണ്ടിരിക്കുക കേട്ടോ. കാര്യം ഒരേ ലെവലിൽ ഇടണം. ആദ്യത്തെ ലെയർ കഴിഞ്ഞാണ് നമ്മൾ വിത്തെല്ലാം വെച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞാണ് ഇത് മേളോട്ട് നിരത്തി ഇടുന്നത്. കാര്യം എല്ലാം ഒരേ ലെവലിൽ വേണമല്ലോ. അപ്പോഴേ നമുക്ക് പുല്ല് വന്നു കഴിയുമ്പോൾ നല്ല ലെവലായിട്ടിരുന്നെങ്കിൽ അതിനൊരു ഭംഗി കാണത്തുള്ളൂ. അപ്പോഴേ കാണാനൊരു രസം കാണത്തുള്ളൂ. അന്നേരം നമുക്ക് എന്തെങ്കിലും അവിടെ പാർട്ടികളൊക്കെ നടത്തുന്നതല്ല. ഇവിടെയൊക്കെ എല്ലാവരും സമ്മറായി കഴിഞ്ഞാൽ ഫുള്ള് വെളിയിലായിരിക്കും. അപ്പോൾ അതിനൊക്കെ നമുക്ക് എല്ലാം സെറ്റ് ചെയ്യണമെങ്കിൽ ഒരേ ലെവലിൽ ഇരിക്കണം. അവിടെ ഇവിടെ കുണ്ടുകുഴിയൊക്കെ ഇരുന്ന് തന്നെ ശരിയാത്തില്ല. അപ്പോൾ നല്ലപോലെ മണ്ണ് പിടിക്കും. അത്രയും ഭാഗം ഞങ്ങളിപ്പോൾ ഇട്ട് കഴിഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ ഇങ്ങനെ ഫുള്ളായിടണം. ഇവിടെ എല്ലാം ഇപ്പോൾ വെറും മണ്ണ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെ കൊണ്ടുവന്ന് ഞാനെടുത്ത് ഇത് നമ്മൾ സിമെൻറ്റും മണ്ണും കൂടെ മിക്സ് ചെയ്യുന്ന പോലെ ഞാൻ അളന്ന് കൊണ്ടുവന്നിട്ടിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഇനിയിപ്പം മിക്സ് ചെയ്തിട്ട് ഇത് ഓരോന്നിനകത്തും ഇങ്ങനെ ഇടണം. അതാണിപ്പം ഇന്നത്തെ പരിപാടികളെല്ലാം. അപ്പോൾ ഇങ്ങനെ ഫസ്റ്റ് ലെയർ എല്ലാം മണ്ണിങ്ങനെ നിരത്തിയിട്ടു. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ആ പുല്ലിൻ്റെ വിത്ത് ഇങ്ങനെ അങ്ങോട്ട് വിതച്ചിടുക. വെതറി ഇടണം. എന്നിട്ട് അതിൻ്റെ പുറത്ത് നമ്മളൊരു ചെറിയ വളം നമ്മൾ വാങ്ങിച്ചെന്ന് പറഞ്ഞില്ലേ, അതും ഇട്ടു. അതും അങ്ങോട്ട് ഇട്ടിട്ട് ഇനി ഇതിൻ്റെ പുറത്ത് നമ്മൾ വളവും മണ്ണും കൂടെ ഉള്ള അത് മിക്സ് ചെയ്ത് ഇട്ട് ലെവലാക്കണം. എന്നിട്ട് ഇങ്ങനെ ഫുള്ള് ഒരു ലെയർ അങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്തത് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതിപ്പോൾ ഫുള്ള് ഞാനിപ്പോൾ നിരത്തി കഴിഞ്ഞു. ഇനി നിരത്തി കഴിഞ്ഞിട്ട് നമ്മൾ ഇനി അടുത്ത പരിപാടി എന്താണെന്ന് ചോദിച്ചാൽ വെള്ളം ഒഴിക്കണം. വെള്ളം നമ്മൾ കുറച്ചങ്ങോട്ട് തളിച്ച് വിട്ടിട്ട് ചെറിയ തോതിൽ, കാരണം മഴ ചെറുതായിട്ട് പെയ്യുമെന്ന് തോന്നുന്നു, എന്നാലും ഇപ്പോൾ ഇട്ട മണ്ണിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വെള്ളം തളിച്ച് വെക്കുവാണ്. തളിച്ച് വെച്ചിട്ട് പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ വിളിച്ച് വരുമായിരിക്കും, അറിയത്തില്ല. എന്തായാലും ഒരു 10 ദിവസം കഴിയുമ്പോൾ നോക്കണത് എങ്ങനെ ഇരിക്കുന്നുള്ളത്. അതുകൊണ്ട് ഈ പ്രാവശ്യം പുല്ല് കിളിച്ച് ഇനി ഒരു ലെവലാകുന്നവർക്ക് നമുക്ക് ബാക്കിൽ ആ സൈഡിലോട്ട് നമുക്ക് ഇറങ്ങാനും പറ്റില്ല. ഇത്രേ ആയിട്ടുള്ളൂ. ഇനി ബാക്കി മുഴുവനും കുറേശ്ശെ മണ്ണെടുത്തിട്ട് ഞാൻ എല്ലാം ചെയ്യണം. അവിടെ കൊച്ചു കണ്ടോ, അവൾ മണ്ണെടുത്ത്, അവൾക്ക് ഒരു ഞാൻ ടൂൾ കൊടുത്തിട്ടുണ്ട് മണ്ണെടുത്തിടാനുള്ളത്, മമ്മട്ടി പോലെ ഒരു സാധനം. അത് വെച്ച് അവൾ ചെയ്യുക. ഇവിടെ ഈ ഒരു ഇത്രയും ഭാഗം അങ്ങേയറ്റം വരയ്ക്കും ഇട്ട് കഴിയും. ആദ്യം മണ്ണ്, പിന്നെ സീഡ്സ്, അത് കഴിഞ്ഞിട്ട് മണ്ണും വളവും കൂടെ മിക്സ് ചെയ്ത് അങ്ങനെ 3 ലെയറായിട്ട് ഇട്ടിട്ടുണ്ട്. ഇനി അതുപോലെ ഇപ്പുറത്തോട്ട് ഇവിടെ ഇത്ര ഇട്ടിട്ടുണ്ട്. ഇത് അങ്ങേയറ്റം വരയ്ക്കും കിട്ടും. അത് കഴിഞ്ഞ് ഇനി അടുത്ത പരിപാടി മണ്ണ് ബക്കറ്റിൽ കൊണ്ടുവന്ന് കമത്തിയിട്ടുണ്ട്. ഇത് ഇത്ര ഇനി നിരത്തണം. അതുപോലെ ഇങ്ങേ സൈഡ് ഇപ്പോൾ ഞാൻ മണ്ണ് നിരത്തി അത് ലെവലാക്കിക്കൊണ്ടിരിക്കാൻ പറ്റും. ഈ ടൂൾ നമുക്ക് ലെവലാക്കാനുള്ളത്, അത് പരത്തിയിടാൻ വേണ്ടിയിട്ട് ഉള്ളതും പിന്നെ തൂക്കുന്നതിനും ഇവിടെ ഇത് ഉപയോഗിക്കുന്നുണ്ട്. അത് ഇരുമ്പിലും ഉണ്ട്. ഇതൊരുമാതിരി പ്ലാസ്റ്റിക് മാതിരിയുള്ള സംഭവമാണ്. അതുകൊണ്ട് നല്ല ഉപയോഗമാണ് കേട്ടോ. പെട്ടെന്ന് നമുക്ക് നിരത്തി ഇതങ്ങനെ ഇടാൻ പറ്റും. കൊച്ചുങ്ങൾ കൂടെ നിൽക്കുന്നു. അവൾ എൻ്റെ കൂടെ നടന്നുകൊണ്ടിരിക്കും. ഞാൻ ഒരേ ലെവലാക്കുക, അവൾ അതിൻ്റെ പുറത്ത് കയറി ചവിട്ടിയിട്ട് നടക്കുക. എന്തോ ചെയ്യാനാ, കുഞ്ഞുങ്ങൾ കളിക്കുന്ന. ശരി, മണ്ണിൽ കളിക്കട്ടെ എന്ന് വിചാരിച്ചാൽ കൂടെ ഇറക്കി കൊണ്ടുപോയത്. പിന്നെ അത് കളിക്കട്ടെ, മണ്ണൊക്കെ വാരി കളിക്കുമ്പോഴല്ലേ പിള്ളേർക്കും അതിൻ്റെതായൊരു ഇത് വരത്തുള്ളൂ. അപ്പോൾ കുഞ്ഞുങ്ങൾ നല്ല മണ്ണിൽ കളിക്കട്ടെ എന്ന് വിചാരിച്ച് ഞാനും അങ്ങ് വിട്ട് കേട്ടോ. അവൾക്കൊരു ടൂളൊക്കെ കൊടുത്തിട്ടുണ്ട്, മമ്മട്ടി പോലെ സംഭവങ്ങളൊക്കെ. അപ്പോൾ മണ്ണ് കയറി അവൾ കളിക്കും. നമ്മൾ അങ്ങോട്ടിടുന്ന മണ്ണ് അവൾ തിരിച്ച് ഇങ്ങോട്ട് വെളിയിലോട്ട് എടുത്തിടും. അതെന്തോ പറയാനാ. അയ്യോ, ഇത് ബാക്ക് മുഴുവനും നിരത്തണം. അതെന്തായാലും 10 ദിവസം ആകും. ശരി, ഓരോരോ വീഡിയോ ആയിട്ട് നിങ്ങളെ കാണിക്കാം. കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ ഞാനത് കാണിക്കാം. അതുവരേക്കും നിങ്ങളെല്ലാവരും പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കണം. ഇതാണ് ഇന്നത്തെ അമ്മക്കിളിയുടെ വീഡിയോ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.